ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനലിലേക്ക് ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ തീർച്ചയായും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. ഇതാ കണ്ടോ, ഇന്ന് നമ്മളൊരു കിടിലനായിട്ടുള്ള ഈവനിങ് സ്നാക്കാട്ടോ കാണാൻ പോകുന്നത്. ഈവനിങ് മാത്രമല്ല, ഈ സ്നാക്ക് നമുക്ക് എപ്പോൾ വേണമെങ്കിലും കഴിക്കാട്ടോ. ഇതാ കണ്ടോ, ഇത് നമ്മൾ ഫ്രൂട്ട് ബണ്ണാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നോർമൽ ബ്രെഡല്ല, ഫ്രൂട്ട് ബൺ നമുക്ക് കിട്ടുമല്ലോ കടയിൽ, കേക്ക് പോലെ. അപ്പോൾ ഇത് നമുക്ക് ഇതുകൊണ്ടൊരു നല്ല കിടിലൻ സ്നാക്ക് ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിൻ്റെ കൂടെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ക്രീം ബിസ്ക്കറ്റാണ് കേട്ടോ. ചോക്ലേറ്റ് ക്രീം ബിസ്ക്കറ്റാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നമ്മുടെ കയ്യിൽ ചോക്ലേറ്റ് ക്രീം ബിസ്ക്കറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ക്രീം ബിസ്ക്കറ്റിൻ്റെ ഏത് ഫ്ലേവർ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്ര ഐറ്റംസ് മാത്രം മതി, നമുക്കൊരു കിടിലൻ കേക്ക് ഉണ്ടാക്കാൻ പറ്റും ഇതുകൊണ്ട്. കിടിലനായിട്ടുള്ളൊരു ഈവനിങ് സ്നാക്ക്, ഒരു കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു കേക്ക് ടൈപ്പിലുള്ള ഒരു ഈവനിങ് സ്നാക്ക് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടത്, ഈ ക്രീം ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, അതെല്ലാം എടുത്തിട്ട് നമുക്ക് മിക്സിയിലൊന്ന് നന്നായിട്ട് പാലും പഞ്ചസാരയും ചേർത്ത് നന്നായി ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഈ ക്രീം ബിസ്ക്കറ്റ് എടുക്കേണ്ടതിൻ്റെ അളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ 5 പീസാണ് എടുത്തിരിക്കുന്നത്, കണ്ടില്ലേ, 5 സ്ലൈസാണ് എടുത്തിരിക്കുന്നത്. ആ 5 സ്ലൈസ് ബ്രെഡിൻ്റെ അതേ അളവിലാണ് നമുക്ക് ക്രീം ബിസ്ക്കറ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ 5 ക്രീം ബിസ്ക്കറ്റ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നമ്മുടെ മക്കളൊക്കെ എത്ര കഴിക്കും എന്നുള്ളതിൻ്റെ അളവ് നമുക്ക് അറിയാൻ പറ്റും. അതിനനുസരിച്ചിട്ട് നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതവിടെ കുറച്ച് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇതിൽ മുഴുവൻ ഉണ്ടാക്കണം എന്നില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ അളവിനനുസരിച്ച് എത്ര വേണമെങ്കിലും ഉണ്ടാക്കാം, കൂട്ടാം കുറയ്ക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ക്രീം ബിസ്ക്കറ്റൊക്കെ ഒന്ന് നന്നായിട്ട് വെള്ളം ചേർക്കാതെ ഒന്ന് തിളപ്പിച്ച പാലുണ്ടല്ലോ, ആ പാലിൻ്റെ കൂടെ കുറച്ച് പഞ്ചസാര, നമുക്ക് എങ്ങനെയാണ് നല്ല മധുരം വേണ്ടവർക്ക് അങ്ങനെ യൂസ് ചെയ്യാം, ഇല്ല മധുരം കുറച്ച് കുറവ് കൊടുത്താൽ മതിയെന്ന് തോന്നുന്നവർക്ക് കുറവ് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ പഞ്ചസാരയും പാലും ചേർത്ത് ഈ ക്രീം ബിസ്ക്കറ്റിനെ ഒന്ന് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ചോക്ലേറ്റ് ക്രീം ബിസ്ക്കറ്റും പാലും പഞ്ചസാരയും കൂടെ ഇതാ മിക്സിയിലൊന്ന് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് വെള്ളം പോലെയല്ല. അതിന് ശേഷം നമുക്ക് ആവശ്യമുള്ളത് ഇതാ ചെറുപഴമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കൈവശമുള്ള ഏത് ചെറുപഴം വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ ഗ്ലൂക്കോസ് പഴമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഈ പഴം ഒന്ന് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കണം കേട്ടോ. ചെറുപഴം ഇതാ കൈ കൊണ്ട് തന്നെ ഒന്ന് നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ പഞ്ചസാരയും കുറച്ച് പാൽ പൗഡറും ആഡ് ചെയ്യാം കേട്ടോ. നമ്മൾ കൈ കൊണ്ട് നന്നായി ഉടച്ചെടുത്ത ചെറുപഴത്തിലോട്ട് നമ്മൾ 1 സ്പൂൺ പഞ്ചസാരയും അതുപോലെ തന്നെ 1 സ്പൂൺ പാൽ പൗഡറും ഇട്ടു കേട്ടോ. ഇത് ഇനി നമ്മൾ സ്പൂൺ കൊണ്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പഴവും പാൽ പൗഡറും പഞ്ചസാരയും കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് കിടക്കാം. അപ്പം ഞാനിവിടെ 4 സ്ലൈസ് ഫ്രൂട്ട് ബ്രെഡാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ പഴവും പഞ്ചസാരയും പാൽ പൗഡറും കൂടിയുള്ള മിക്സ് ഉണ്ടല്ലോ, അതൊന്ന് നന്നായി തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാ നമ്മളെടുത്ത ബ്രെഡിലോട്ട് നമ്മൾ ആ മിക്സൊക്കെ ഒന്ന് നന്നായിട്ട് പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഫുൾ എല്ലായിടത്തും ആവണം കേട്ടോ. ഇതുപോലൊന്ന് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് നോക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ബിസ്ക്കറ്റും പാലും പഞ്ചസാരയും കൂടി അടിച്ചെടുത്ത് വെച്ച മിക്സ് ഉണ്ടല്ലോ, അത് നമ്മളൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ബനാന മിക്സിൻ്റെ മുകളിലോട്ട് നമ്മൾ ചോക്ലേറ്റ് ബിസ്ക്കറ്റിൻ്റെ മിക്സ് നമ്മൾ ഒഴിച്ചു കൊടുത്തു. അതിന് ശേഷം 4 സ്ലൈസ് ഫ്രൂട്ട് ബൺ ഉണ്ടല്ലോ, അത് നമ്മൾ വെച്ച് കൊടുക്കുക കേട്ടോ. ഇവിടെ ഞാൻ 4 സ്ലൈസ് ഫ്രൂട്ട് ബൺ എടുത്തുകൊണ്ടാണ് മുകളിലും അതുപോലെ 4 സ്ലൈസ് ഫ്രൂട്ട് ബൺ വെച്ച് കൊടുത്തത്. 2 സ്ലൈസാണ് എടുക്കുന്നതെങ്കിൽ 2 സ്ലൈസ് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ചോക്ലേറ്റ് ബിസ്ക്കറ്റ് മിക്സിൻ്റെ മുകളിലോട്ട് നമ്മൾ 4 സ്ലൈസ് ഫ്രൂട്ട് ബൺ കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ വീണ്ടും ചോക്ലേറ്റ് ബിസ്ക്കറ്റിൻ്റെ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ചോക്ലേറ്റ് ക്രീം ബിസ്ക്കറ്റിൻ്റെ മിക്സ് നമ്മൾ ഈ ഫ്രൂട്ട് ബണ്ണിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ കണ്ടില്ലേ, നല്ല അടിപൊളി സ്നാക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. കുട്ടികളൊക്കെ പെട്ടെന്ന് നമ്മളോട് കേക്ക് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് വാങ്ങാനും കൊടുക്കാനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഓവൻ വേണം, വീട്ടിലുണ്ടാക്കുകയെന്ന് പറഞ്ഞാൽ തന്നെ ഓവനും ബീറ്ററും ഒക്കെ വേണം. ഇതൊന്നും വേണ്ട കേട്ടോ.
ഗ്യാസ് പോലും ആവശ്യമില്ല. നമുക്ക് വീട്ടിൽ അടിപൊളിയായിട്ട് ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. ഇത് നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലേ അറിയുള്ളൂ. നല്ല അടിപൊളിയാണ്. നല്ല കേക്കൊക്കെ നമ്മൾ കഴിക്കുന്ന പോലുള്ളൊരു ടേസ്റ്റാണ് കേട്ടോ ഇതിന്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കൂ കേട്ടോ. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും എല്ലാവർക്കും കഴിക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ റെസിപ്പിയൊക്കെ നല്ല ഈസി ആയിട്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ടേസ്റ്റൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടി കാണിക്കരുത് കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ ഒരു കിടിലൻ സ്നാക്ക് അല്ലേ ഇത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ഗൈസ്. ബൈ.